പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എത്ര ശിഷ്യന്മാരെയാണ് പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരുവാൻ യേശു അയച്ചത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ ബി 2. മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. രണ്ടാമത്തെ ചോദ്യം: ദൈവാലയത്തിൽ ചെന്ന യേശു വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എന്തു ചെയ്തു? ഓപ്ഷൻ എ പുറത്താക്കി, ഓപ്ഷൻ ബി അവരോട് കുശലാന്വേഷണം നടത്തി, ഓപ്ഷൻ സി പണം നൽകി, ഓപ്ഷൻ ഡി വാടക ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ എ പുറത്താക്കി. മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. മൂന്നാമത്തെ ചോദ്യം: ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് യേശു പറഞ്ഞ അത്തിവൃക്ഷത്തിന് എന്ത് സംഭവിച്ചു? ഓപ്ഷൻ എ തളിർത്തു, ഓപ്ഷൻ ബി പൂത്തു, ഓപ്ഷൻ സി ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി, ഓപ്ഷൻ ഡി കാറ്റടിച്ച് വീണു. ഉത്തരം ഓപ്ഷൻ സി ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം. നാലാമത്തെ ചോദ്യം: യേശു എന്തുകൊണ്ടാണ് അത്തിവൃക്ഷത്തോട് ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ ഫലമുണ്ടായിരുന്നതിനാൽ, ഓപ്ഷൻ ബി ഭംഗിയില്ലാത്തതിനാൽ, ഓപ്ഷൻ സി ഫലം കുറവായിരുന്നതിനാൽ, ഓപ്ഷൻ ഡി ഇലയല്ലാതെ ഒന്നും കാണായ്കയാൽ. ഉത്തരം ഓപ്ഷൻ ഡി ഇലയല്ലാതെ ഒന്നും കാണായ്കയാൽ. മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം. അഞ്ചാമത്തെ ചോദ്യം: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്തായി തീർന്നു? ഓപ്ഷൻ എ മൂലക്കല്ല്, ഓപ്ഷൻ ബി അതിരുകല്ല്, ഓപ്ഷൻ സി തിരികല്ല്, ഓപ്ഷൻ ഡി അതിനെ പൊടിച്ചു കളഞ്ഞു. ഉത്തരം ഓപ്ഷൻ എ മൂലക്കല്ല്. മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 42-ാമത്തെ വചനം. ആറാമത്തെ ചോദ്യം: എൻ്റെ ആലയം എന്ത് എന്ന് വിളിക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ വഴിയമ്പലം, ഓപ്ഷൻ ബി ഭവനം, ഓപ്ഷൻ സി പ്രാർത്ഥനാലയം, ഓപ്ഷൻ ഡി പ്രസംഗ പീഠം. ഉത്തരം ഓപ്ഷൻ സി പ്രാർത്ഥനാലയം. മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. ഏഴാമത്തെ ചോദ്യം: വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ ആരാണ് ചുരുക്കം? ഓപ്ഷൻ എ പ്രാസംഗികർ, ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഓപ്ഷൻ സി പടയാളികൾ, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കപ്പെട്ടവർ. മത്തായി സുവിശേഷം 22 അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. എട്ടാമത്തെ ചോദ്യം: കൈസർക്കുള്ളത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ പുരോഹിതന്, ഓപ്ഷൻ ബി മക്കൾക്ക്, ഓപ്ഷൻ സി അയൽക്കാർക്ക്, ഓപ്ഷൻ ഡി കൈസർക്ക്. ഉത്തരം ഓപ്ഷൻ ഡി കൈസർക്ക്. മത്തായി സുവിശേഷം 22 അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം. 9-ാമത്തെ ചോദ്യം:
നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നത് എത്രാമത്തെ കൽപ്പനയാണ്? ഓപ്ഷൻ എ ഒന്നാമത്തേത്, ഓപ്ഷൻ ബി രണ്ടാമത്തേത്, ഓപ്ഷൻ സി മൂന്നാമത്തേത്, ഓപ്ഷൻ ഡി നാലാമത്തേത്. ഉത്തരം ഓപ്ഷൻ എ ഒന്നാമത്തേത്. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 37-38 വചനങ്ങൾ. 10ാമത്തെ ചോദ്യം, തന്നെത്താൻ താഴ്ത്തുന്നവന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ തള്ളപ്പെടും, ഓപ്ഷൻ ബി തഴയപ്പെടും, ഓപ്ഷൻ സി ഉയർത്തപ്പെടും, ഓപ്ഷൻ ഡി പുറത്താക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ സി ഉയർത്തപ്പെടും. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 12ാമത്തെ വചനം. 11ാം ചോദ്യം, വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി പുരുഷാരം, ഓപ്ഷൻ സി കള്ളന്മാർ, ഓപ്ഷൻ ഡി ശാസ്ത്രിമാരും പരീശന്മാരും. ഉത്തരം ഓപ്ഷൻ ഡി ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 27ാമത്തെ വചനം. 12ാം ചോദ്യം, എവിടെ ഇരുന്നാണ് യേശു ശിഷ്യന്മാരോട് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിച്ചത്? ഓപ്ഷൻ എ അരരാത്ത്, ഓപ്ഷൻ ബി ഒലിവുമലയിൽ, ഓപ്ഷൻ സി സീനായി മലയിൽ, ഓപ്ഷൻ ഡി മോറിയ മലയിൽ. ഉത്തരം ഓപ്ഷൻ ബി ഒലിവുമലയിൽ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3ാമത്തെ വചനം. 13ാം ചോദ്യം, യേശുവിൻ്റെ വരവിനും ലോകാവസാനത്തിനും ഉള്ള അടയാളം എന്തെല്ലാം? ഓപ്ഷൻ എ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, ഓപ്ഷൻ ബി ക്ഷാമം, ഓപ്ഷൻ സി ഭൂകമ്പം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 7 വരെ. 14ാം ചോദ്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ഒഴിഞ്ഞു പോകാത്തത് എന്ത്? ഓപ്ഷൻ എ വചനം, ഓപ്ഷൻ ബി ബന്ധം, ഓപ്ഷൻ സി പ്രാർത്ഥന, ഓപ്ഷൻ ഡി ലോകസ്നേഹം. ഉത്തരം ഓപ്ഷൻ എ വചനം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35ാമത്തെ വചനം. 15ാമത്തെ ചോദ്യം, ദൂതന്മാർ എന്ത് ധ്വനിയോടുകൂടെയാണ് വരുന്നത്? ഓപ്ഷൻ എ ഇടിമുഴക്കം, ഓപ്ഷൻ ബി കൈത്താളം, ഓപ്ഷൻ സി പെരുവെള്ളം, ഓപ്ഷൻ ഡി കാഹളം. ഉത്തരം ഓപ്ഷൻ ഡി കാഹളം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 31ാമത്തെ വചനം. 16ാം ചോദ്യം, മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരിൽ എത്ര പേരായിരുന്നു ബുദ്ധിയുള്ളവർ? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ ബി 5. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 2ാമത്തെ വചനം. 17ാമത്തെ ചോദ്യം, ബുദ്ധിയില്ലാത്തവർ വിളക്കിനോടൊപ്പം എടുക്കാതിരുന്നത് എന്ത്? ഓപ്ഷൻ എ എണ്ണ, ഓപ്ഷൻ ബി പാത്രം, ഓപ്ഷൻ സി തീ, ഓപ്ഷൻ ഡി തിരി. ഉത്തരം ഓപ്ഷൻ എ എണ്ണ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 3ാമത്തെ വചനം.
18-ാമത്തെ ചോദ്യം. ആർക്കാണ് കല്യാണ സദ്യയിൽ മണവാളനോടൊപ്പം ചെല്ലുവാൻ കഴിഞ്ഞത്? ഓപ്ഷൻ എ ഉറങ്ങിയവർ, ഓപ്ഷൻ ബി ഓടിയവർ, ഓപ്ഷൻ സി ഒരുങ്ങിയിരുന്നവർ, ഓപ്ഷൻ ഡി ബുദ്ധിയില്ലാത്തവർ. ഉത്തരം ഓപ്ഷൻ സി ഒരുങ്ങി ഇരുന്നവർ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. 19-ാമത്തെ ചോദ്യം. ഒരു താലന്ത് ലഭിച്ചവൻ യജമാനന്റെ ദ്രവ്യം എവിടെയാണ് മറച്ചുവെച്ചത്? ഓപ്ഷൻ എ കീശയിൽ, ഓപ്ഷൻ ബി വീട്ടിനുള്ളിൽ, ഓപ്ഷൻ സി തട്ടിൻ പുറത്ത്, ഓപ്ഷൻ ഡി നിലത്തിലെ കുഴിയിൽ. ഉത്തരം ഓപ്ഷൻ ഡി നിലത്തിലെ കുഴിയിൽ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. 20-ാമത്തെ ചോദ്യം. എത്ര താലന്ത് ലഭിച്ച ദാസനെയാണ് യജമാനൻ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 5, 2, ഓപ്ഷൻ സി 5, 1, ഓപ്ഷൻ ഡി 2, 1. ഉത്തരം ഓപ്ഷൻ ബി 5 താലന്തും 2 താലന്തും ലഭിച്ച ദാസനെ. മത്തായി സുവിശേഷം 25-ാം അധ്യായം 21 മുതൽ 23 വരെ. ഇന്നത്തെ ബൈബിൾ ക്വിസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നാം പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ബൈബിൾ ക്വിസിൻ്റെ എപ്പിസോഡിൽ മത്തായി സുവിശേഷം 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് പരിശോധിക്കാം. അതുവരെയും കൃപയുടെ മറവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.